ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് സോയിലാണ്. ടൈപ്സ് ഓഫ് സോയിൽസ് ഇൻ ഇന്ത്യ, അതിൻ്റെ പ്രത്യേകതകൾ, അതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് സോയിൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന്, ആക്ച്വലി ഇത് ജോഗ്രഫീൻ്റെ ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യനുകൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ സോയിൽ എന്ന് പറയുമ്പോഴത്തേക്ക്, സോയിൽ എങ്ങനെ ഫോം ചെയ്യണമെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വെതറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് സോയിൽ ഫോം ചെയ്യുന്നത്. അതായത് നമുക്ക് എപ്പോഴും ഒരു റോക്ക് ഉണ്ടാവും, പാരന്റ് റോക്ക് എന്ന് പറയും. ആ റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ മഴ കൊണ്ടിട്ട് ഇതിൻ്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങും. അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സ് വഴി എന്ത് ചെയ്യും, ഇത് പൊടിയാൻ തുടങ്ങും. ഓക്കെ, പൊടിഞ്ഞിട്ട് ചിലപ്പോൾ കാറ്റോ വേറെ എന്തെങ്കിലും മീഡിയം എന്ത് ചെയ്യും, ഇതിനെ വേറെ സ്ഥലങ്ങളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂസ് മഴ വെയിൽ കാറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഈ പാരന്റ് റോക്ക് പൊടിഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിൽ വെതറിങ് വഴി ആണ് സോയിൽ ഫോം ചെയ്യുന്നത്. അപ്പൊ സോയിലിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, അതിനു മുമ്പ് സോയിലിന്റെ ഹൊറിസോൺ, അതായത് സോയിൽ മണ്ണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒന്ന് പഠിക്കണം. എന്നിട്ട് നമുക്ക് അതിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ ഹൊറിസോൺ എന്ന് പറയും. ഹൊറിസോൺ എന്ന് പറയും, അല്ലെങ്കിൽ സോയിൽ ഹൊറിസോൺ എന്ന് പറയും. ഒരു സാധനത്തിന് എന്തെന്ന് പറയും? സോയിൽ ഹൊറിസോൺ എന്ന് പറയും. അപ്പൊ സോയിൽ ഹൊറിസോൺ എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല. ഇതിപ്പോ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു ഭൂമിയാന്ന് വിചാരിക്കുക. ഇതിനെ മണ്ണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന, മീൻസ് ഇങ്ങനെ മണ്ണ് ലെയർ ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സോയിൽ ഹൊറിസോൺ എന്ന് പറയാം. ഇതിൽ ഏറ്റവും അവസാനം കിടക്കുന്ന ലെയറിനെ നമ്മൾ ആർ ഹൊറിസോൺ അല്ലെങ്കിൽ ഹൊറിസോൺ ആർ എന്ന് പറയും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബെഡ് റോക്ക് അല്ലെങ്കിൽ പാരന്റ് റോക്ക്. ഇതിൽ നിന്നാണ് ഈ പറയുന്ന മണ്ണ് ഫോം ചെയ്തിട്ടുണ്ടാകുന്നത്. ഇതിന് തൊട്ട് മുമ്പ്, അപ്പൊ ഈ ഹോറിസോൺ ആറിൽ എന്താണുള്ളത്? ബെഡ് റോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ പാരന്റ് മെറ്റീരിയലാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നതെന്ന് പറയും. അപ്പൊ സി, അതിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു ലെയറിനെ സി എന്ന് പറയും. അതായത് ഈ സി ലെയറിൽ ഇത് കംപ്ലീറ്റ്ലി റോക്ക് മെറ്റീരിയൽ ആയിരിക്കും. അതേസമയം വെതറിങ് സംഭവിച്ചിട്ടുള്ള വെതറിങ് സംഭവിച്ചിട്ടുള്ള വെതറിങ് സംഭവിച്ചിട്ടുള്ള പാരന്റ് മെറ്റീരിയൽ ആയിരിക്കും എന്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകുന്ന? പാരന്റ് മെറ്റീരിയൽ ആയിരിക്കും ഈ പറയുന്ന ഹോറിസോൺ സിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. നിങ്ങൾ മിക്കവാറും ഹോറിസോൺ എ ബി ഒ മാത്രമേ മിക്കവാറും പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. എന്താണ് പാരന്റ് മെറ്റീരിയൽ? വെതറിങ് സംഭവിച്ചിട്ടുള്ള, കംപ്ലീറ്റ് വെതറിങ് അല്ല, ഒരു പാർഷ്യൽ വെതറിങ് നടന്നിട്ടുള്ള പാരന്റ് മെറ്റീരിയലാണ് വരുന്നത്. ഇതിന് തൊട്ട് മുമ്പിലത്തുള്ള ലെയറിനെ നമ്മൾ ബി എന്ന് പറയും. ബീന്റെ സൈസ് കൂടുതലായതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. രണ്ടായിട്ട് തിരിക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്ര ഉള്ള പോർഷനെ ഞാൻ ഹോറിസോൺ ഇ എന്ന് പറയുന്നു, ഇതിന്റെ താഴോട്ടുള്ള പോർഷനെ ബി എന്ന് പറയുന്നു. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇതിനെ ബി എന്നാണ് പൊതുവെ പറയാറ്. വേണമെങ്കിൽ ഹൊറിസോൺ ഇ എന്നും ഹൊറിസോൺ ബി എന്നും നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനിപ്പോൾ പറയാം. അതിനു മുമ്പ് ഞാൻ ഇത് പറയാം. ഈ ടോപ്പ് മോസ്റ്റ് ലെയറിനെ ഹൊറിസോൺ ഒ എന്നും ഇതിന്റെ താഴെയുള്ള ലെയറിനെ ഹൊറിസോൺ എ എന്ന് പറയുന്ന, അതായത് മണ്ണിനെ അറേഞ്ച് ചെയ്തിരിക്കുക, വേറെ ഒന്നുമില്ല. അപ്പോൾ ഒ എന്ന് പറയുന്ന ഹൊറിസോണിലാണ്, അതായത് ഏറ്റവും ടോപ്പിൽ അല്ലെങ്കിൽ സർഫേസിലുള്ള ആ ഒരു ലെയറാണ് ഈ പറയുന്ന ഹൊറിസോൺ ഒ എന്ന് പറയുന്നത്. ഇതിനകത്തായിരിക്കും കുറെ ഓർഗാനിക് മാറ്റേഴ്സ്, ഈ ഇലയും കാര്യങ്ങളൊക്കെ അഴുകിയത്, ഇതെല്ലാം ഏതിനകത്താണ് ഉണ്ടാകുന്ന? ഓയിലാവുള്ള, ഹൊറിസോൺ ഓയിലാവുള്ള ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടാവും, ഹ്യൂമസ് ഉണ്ടാവും, അല്ലേ? അതാണ് ഹൊറിസോൺ ഓയിലുള്ളത്. ഇനി ഹൊറിസോൺ എ എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് താഴെയായിട്ടുള്ളതാണ് ഹൊറിസോൺ എ. ഈ ഹൊറിസോൺ എയിൽ ബാക്കിയുള്ള ഹ്യൂമസ് മെറ്റീരിയൽ ഉണ്ടാവും. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഉം, ചെടികളുടെ വേര് വാട്ടറും മിനറൽസും അബ്സോർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ മിനറൽ കണ്ടന്റുകൾ ഉണ്ടാകുന്നത് പൊതുവെ ഏതിലായിരിക്കും? ഹൊറിസോൺ എ. അതുപോലെ തന്നെ ചെറിയ ചെറിയ ചെടികളുടെ റൂട്ട് ഹൊറിസോൺ എ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചെടികളുടെ റൂട്ട് മാക്സിമം ഹൊറിസോൺ എ വരെ എത്തത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഹൊറിസോൺ ഇയിലെത്തുമ്പോൾ ബാക്കിയുള്ള മിനറൽസ് കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവും? ഹൊറിസോൺ ഇയിലുണ്ടാവും. റിമൈനിങ് ആയിട്ടുള്ള മിനറലും കാര്യങ്ങളും. ഹൊറിസോൺ എയിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കളർ ലൈറ്റ് ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഇതിന്റെ കളർ ലൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ഭയങ്കര ഡാർക്ക് കളർ ആയിരിക്കും ഹൊറിസോൺ ഓ. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. ഹൊറിസോൺ ബി എന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
ക്ലേ അക്യൂമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ലെയറാണ്. ക്ലേ അക്യൂമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ലെയറാണ്. അക്യൂമുലേഷൻ ഓഫ് ക്ലേയുടെ പാർട്ടിക്കിൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് മണ്ണിൻ്റെ പ്രൊഫൈൽ, അല്ലെങ്കിൽ മണ്ണിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കുഴിച്ച് കുഴിച്ച് പോകുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിനെ നമ്മൾ സോയിൽ ഹൊറിസോൺ എന്ന് പറയും. അപ്പോൾ സോയിൽ ഹൊറിസോണിൽ ഓ എടുത്തു കഴിഞ്ഞാൽ ഓർഗാനിക് മെറ്റീരിയൽ ഹ്യൂമസ്, എ എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമസും മിനറൽസും. ഇപ്പം ഞാൻ ബി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബിയിൽ ബാക്കിയുള്ള മിനറൽസ് ലൈറ്റ് കളറായിരിക്കും, ക്ലേയുടെ അക്യുമുലേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. സി എടുത്തു കഴിഞ്ഞാൽ സിയിൽ വെതേർഡ് ആയിട്ടുള്ള പാരന്റ് മെറ്റീരിയൽ ഏറ്റവും അടിയിൽ കിടക്കുന്ന ലെയർ ഹൊറിസോൺ ആറാണ്, അതാണ് ബെഡ് റോക്ക്. ഇതിൽ നിന്നാണ്, അല്ലെങ്കിൽ പാരന്റ് റോക്ക്, ഇതിൽ നിന്നാണ് ഈ മണ്ണ് ഫോം ചെയ്തിരിക്കുന്നത്, മേൽമണ്ണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി മണ്ണിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ രണ്ട് രീതിക്കാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന്, അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. എന്താണ്? പാർട്ടിക്കിളിൻ്റെ സൈസ് അനുസരിച്ചിട്ട് മണ്ണിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പാർട്ടിക്കിൾ സൈസ്, ഓക്കെ, പാർട്ടിക്കിളിൻ്റെ സൈസ് അനുസരിച്ചിട്ട് മണ്ണിനെ ക്ലാസിഫൈ. അത് കൂടാതെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ ഫോം ചെയ്തു, ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് വേറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എങ്ങനെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫോർമേഷൻ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വേറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാൻ പോകുന്നത് പാർട്ടിക്കിൾ സൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ സൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ നമുക്ക് നാലായിട്ടാണ് ഇത് തിരിക്കുന്നത്. ഇതിനകത്ത് മൂന്നെണ്ണേ ഉള്ളൂ, നാലായിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെയാണ് സാൻഡി സോയിൽ. ഒന്നാമത്തെ എന്താണ്? സാൻഡി സോയിൽ. രണ്ടാമത്തേത് സ്ലിറ്റ് സോയിൽ എന്ന് പറയും. മൂന്നാമത്തേത് ലോമി സോയിൽ. നാലാമത്തേത് ക്ലേ സോയിൽ. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്, സാൻഡി ക്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ട, നമുക്കിത് മാത്രം നോക്കാം. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും സൈസ് കൂടിയത്, അതായത് മണ്ണിൻ്റെ പാർട്ടിക്കിളിൻ്റെ സൈസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയത് ഏതാണ്? സാൻഡി സോയിലാണ്. അതിൻ്റെ സൈസ് ലാർജ് ആയിരിക്കും, ലാർജ് ഇൻ സൈസ് ആയിരിക്കും, ലാർജ് സ്പേസ് ഒക്യുപ്പൈ ചെയ്തിരിക്കുകയായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആയിരിക്കും. ദെൻ ഇങ്ങനെ വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ മണ്ണ് അറേഞ്ച് ചെയ്യുമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഊർന്ന് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി പോകും. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല വെള്ളത്തിന്. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ഊർന്ന് പോകുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്രൈനേജ് എബിലിറ്റി കൂടുതലാണ്. ഗുഡ് ഡ്രൈനേജ് എബിലിറ്റിയാണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനെ വെള്ളം പ്രത്യേകിച്ച് ഹോൾഡ് ചെയ്ത് വെക്കാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ഇത് നമുക്ക് കൃഷിക്ക് ഭയങ്കര എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ ഇങ്ങനെ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ കൃഷിക്ക് ഇത് സ്യൂട്ടബിൾ അല്ല. ഏത്? സാൻഡി സോയിൽ. ഓക്കെ, ഇതിൻ്റെ സൈസ് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 2 മില്ലിമീറ്റർ തൊട്ട് 0.05 മില്ലിമീറ്റർ വരെയാണ് ഇതിൻ്റെ പാർട്ടിക്കിളിൻ്റെ സൈസ്. ഓക്കെ, 2 മില്ലിമീറ്റർ തൊട്ട് 0.05 മില്ലിമീറ്റർ വരെയാണ് സാൻഡ് പാർട്ടിക്കിളിൻ്റെ സൈസ്. ഇനി അടുത്തതാണ് സ്ലിറ്റ്. സ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ളതായിരിക്കും. 0.05 ടു 0.002 മില്ലിമീറ്റർ വരെയാണ് എന്തിൻ്റെ സൈസ്? ഈ പറയുന്ന സ്ലിറ്റ് സോയിൽ പാർട്ടിക്കിളിൻ്റെ സൈസ്. മീഡിയം സൈസാണ്, മീഡിയം സ്പേസ് ഹോൾഡിംഗ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന രീതി നോൺ സ്റ്റിക്കി സ്ട്രക്ചറാണ്. കമ്പയർഡ് ടു സാൻഡീനെ നോക്കുമ്പോഴത്തേക്ക് മീഡിയം ഈ പറയുന്ന ഡ്രെയിനേജ് എബിലിറ്റിയാണ്, മീഡിയം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയാണ് ഇതിനൊക്കെ വരുന്നത്. അതായത് ഒരു ഇൻ ബിറ്റ്വീനാണ് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കുമ്പോഴാണ് ക്ലേ കാണുമ്പോൾ തന്നെ അറിയാം സ്റ്റിക്കി ആയിട്ടായിരിക്കുന്നത്, അല്ലേ? സ്റ്റിക്കിയാണ്. ഓക്കെ, സ്റ്റിക്കി. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റിക്കി ആയിട്ടുള്ള സ്ട്രക്ചർ വരുന്ന ഏതാ? ക്ലേ സ്ട്രക്ചർ ആണെങ്കിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താ പറയുന്നത്, സ്റ്റിക്കിയാണ്. അതേപോലെ തന്നെ വെരി ഫൈൻ സൈസ് ആയിരിക്കും. നേരത്തെ കണ്ടപ്പോൾ 0.02 ഇല്ലേ, അതിനേക്കാളും ചെറിയ സൈസ് ആയിരിക്കും ഈ പറയുന്ന ക്ലേ സോയിലിന് വരുന്നത്. സ്റ്റിക്കി സ്ട്രക്ചറാണ്. ഓക്കെ, ഡ്രൈ ആകുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഹാർഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ
ഡ്രൈനേജ് കപ്പാസിറ്റി പുവർ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫൈനായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുമല്ലേ. അപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും, താഴോട്ട് ഊർന്നങ്ങ് പെട്ടെന്ന് പോകത്തില്ല. താഴോട്ട് എന്ത് ചെയ്യത്തില്ല, ഊർന്നങ്ങ് പെട്ടെന്ന് പോകത്തില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും, വാട്ടർ ഇങ്ങനെ ഊർന്നു പോകാതെ ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഗുഡ് എന്തായിരിക്കും, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ആയിരിക്കും. ഓക്കെ, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്തായിരിക്കും, ഭയങ്കര ഗുഡായിരിക്കും. അതേസമയം ഇതിൻ്റെ ഡ്രൈനേജ് കപ്പാസിറ്റി എന്തായിരിക്കും, ഡ്രൈനേജ് എബിലിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ. ഇങ്ങനെ വെള്ളം കൂടുതൽ കെട്ടിക്കിടന്നാൽ എന്ത് പറ്റും, ചെടിയുടെ വേര് നശിച്ചു പോകത്തില്ലേ. അപ്പം അത് ഹാനികരമായിരിക്കത്തില്ലേ. അപ്പോൾ ഇതും ക്ലേയും പക്കയായിട്ട് കൃഷിക്ക് അനുയോജ്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത സൈസ് അതായത് ലോമി എന്ന് പറയുന്ന ഒരു സോയിലുണ്ട്. ഈ ലോമി സോയിലാണ് പക്കയായിട്ട് ഫെർട്ടൈലായിട്ട് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സോയിൽ എന്ന് പറയുന്നത്. ഏത്, ലോമി സോയിൽ. ലോമി സോയിൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്, ഓർത്ത് ഇരിക്കാനുള്ളത്. ഓക്കെ, ഇത് പാർട്ടിക്കിളിന്റെ സൈസിനെ ബേസ് ചെയ്ത്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട് ഇന്ത്യയിലെ സോയിലിനെ 8ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ ഫോം ചെയ്യുന്നു അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് 8ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ എട്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആര് തിരിച്ച്? 8ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആര് തിരിച്ച്? ICAR, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച്, 1929 ഫോം ചെയ്തിട്ടുള്ള ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ചിനനുസരിച്ച് ഇന്ത്യയിൽ 8 ടൈപ്പ് സോയിലാണ്. നിങ്ങൾക്ക് മിക്കയിടത്തും ഈ പറയുന്ന മാപ്പിനകത്ത് ഒരു 6 കാണുള്ളൂ. അത് ഉണ്ട്, 8 ഉണ്ട്. ഓക്കെ, അത് കാണിക്കാത്തതുകൊണ്ട്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അലൂവിയൽ സോയിൽ. ഏതാണ്? അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിൽ ഞാനിത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. 2 ബ്ലാക്ക് സോയിൽ. 3 റെഡ് യെല്ലോ സോയിൽ. മൂന്നായ 3 റെഡ് യെല്ലോ സോയിൽ. 4 ലാറ്ററൈറ്റ് സോയിൽ. 5 അരിഡ് സോയിൽ. 6 ഫോറസ്റ്റ് സോയിൽ. ഓക്കെ, ഇത് കൂടാതെ ഫോറസ്റ്റ് സോയിൽ, സലൈൻ സോയിൽ എന്ന് പറയുന്ന ഒന്നുണ്ട്. സലൈൻ അല്ലെങ്കിൽ ആൽക്കലൈൻ സോയിൽ എന്ന് പറഞ്ഞ് 7-മത്തെയും PT സോയിൽ എന്ന് പറഞ്ഞ് 8-മത്തെയും ഉണ്ട്. അങ്ങനെ മൊത്തം 8 ടൈപ്പ് സോയിലാണ് ഇന്ത്യയിലുള്ളത്. 8 ടൈപ്പ് സോയിലാണ് ഇന്ത്യയിലുള്ളത്. ഏതൊക്കെയാണ്? അലൂവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, ഫോറസ്റ്റ് സോയിൽ, പിന്നെ ഫോറസ്റ്റ് സോയിൽ, അരിഡ് സോയിൽ, PT സോയിൽ, സലൈൻ സോയിൽ എന്നൊക്കെ പറഞ്ഞ 8 ടൈപ്പ് സോയിലാണ് ഉള്ളത്. ഇതിൽ 8 പഠിക്കണം. 8 പഠിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെയാണ് അലൂവിയൽ സോയിൽ. ഫസ്റ്റ് വൺ ഏതാണ്? അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിൽ. അപ്പോൾ അലൂവിയൽ സോയിൽ. അപ്പോൾ അലൂവിയൽ സോയിൽ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. അലൂവിയൽ സോയിൽ കാണപ്പെടുന്നത് ഇന്ത്യയിൽ നോർത്തേൺ പ്ലെയിൻ റീജിയനിലാണ് കാണപ്പെടുന്നത്. ഈ നോർത്തേൺ പ്ലെയിൻ റീജിയന്റെ പ്രത്യേകത എന്താ? അത് ഈ പറയുന്ന നദികൾ ഡെപ്പോസിഷനിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഏരിയയാണ് നോർത്തേൺ പ്ലെയിൻ. നോർത്തേൺ പ്ലെയിൻ റീജിയൻ, അതുപോലെ തന്നെ ഇതാ രാജസ്ഥാന് ഗുജറാത്ത് കോറിഡോർ ഇങ്ങനെ വഴി ഇതാ ഗുജറാത്തിലോട്ട് കയറി, അതുപോലെ തന്നെ കോസ്റ്റൽ പ്ലെയിനിലോട്ടെത്തി, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഗോദാവരി, കാവേരി ഇതിൻ്റെയൊക്കെ കോസ്റ്റൽ ഏരിയാസിൽ കാണാൻ പറ്റും അല്ലേ. കോസ്റ്റൽ ഏരിയാസിൽ എന്ത് കാണാൻ പറ്റും? നമ്മുടെ അലൂവിയൽ സോയിൽ കാണാൻ പറ്റും. ഓക്കെ, ഈ ഇനി നോക്കുമ്പോൾ ഇത് കൂടാതെ ഇവിടെയും കുറച്ച് ഏരിയയിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? അലൂവിയൽ സോയിൽ കാണാൻ പറ്റും. അലൂവിയൽ മെയിനായിട്ട് നോർത്തേൺ പ്ലെയിൻ കവർ ചെയ്യുന്ന ഇതാണ് അലൂവിയൽ സോയിലാണ്. അപ്പോൾ അലൂവിയൽ സോയിൽ ആദ്യമേ തന്നെ പറഞ്ഞു, റിവറിൻ്റെ ഡെപ്പോസിഷൻ വഴിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അലൂവിയൽ സോയിൽ ഫോം ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റിവറിൻ്റെ ഡെപ്പോസിഷൻ ഫലമായിട്ട് ഫോം ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ റിവറൈൻ സോയിൽ എന്നും ദെൻ ഡെപ്പോസിഷണൽ സോയിൽ എന്നും പറയും.
ഡെപ്പോസിഷണൽ സോയിൽ എന്നും പറയും. ഓക്കെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏരിയ, ഏകദേശം ഇന്ത്യയുടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 40% കവർ ചെയ്തിരിക്കുന്ന ആരാണ്? ഈ പറയുന്ന അലൂവിയൽ സോയിലാണ്. ഓക്കെ. ഇനി റിവർ ഡെപ്പോസിഷൻ അല്ലെങ്കിൽ റിവർ ക്യാരി ചെയ്ത് വരുമ്പോൾ അതിനകത്ത് കുറേ നല്ല നല്ല സാധനങ്ങൾ, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നോർത്തേൺ പ്ലെയിനിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലും ഏത് തന്നെയാണ്? ഈ പറയുന്ന റിവറൈൻ സോയിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. റിവറൈൻ സോയിലാണെങ്കിൽ പറയാം. ഇനി നമ്മൾ കണ്ടു നോർത്തേൺ പ്ലെയിൻ ആണ്. നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഗംഗ, ബ്രഹ്മപുത്ര, സത്ലജ്, ഇതിൻ്റെ ട്രിബ്യൂട്ടറീസ്. ഗംഗ, ബ്രഹ്മപുത്ര, സത്ലജ്, ഇതിൻ്റെ ട്രിബ്യൂട്ടറീസിൻ്റെ ഏരിയാസ് ആണ്. ഡെപ്പോസിറ്റിൻ്റെ ഫലമായിട്ടാണ് ഗംഗ, ബ്രഹ്മപുത്ര, സത്ലജ് പോലുള്ള റിവറിൻ്റെ ഡെപ്പോസിഷൻ വഴിയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? ആണല്ലോ. ഇനി ഇത് കൂടാതെ ഇങ്ങനെ വന്ന് ഡെപ്പോസിഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡെപ്പോസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ റിവർ സ്പീഡിൽ വരുന്നു, അതിൽ മണ്ണ് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പം ഈ റിവറിൻ്റെ സ്പീഡ് കുറയുമ്പോഴത്തേക്ക് ഈ മണ്ണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോകും. ഡെപ്പോസിറ്റ് ചെയ്ത് പോകുമ്പോൾ ആദ്യം ഒരു ലെയർ വന്ന് വീഴുന്നു, പിന്നെ ഇതുപോലെ വന്ന് വീഴുന്നു, പിന്നെ ഇതുപോലെ വന്ന് വീഴുന്നു. ഇങ്ങനെയായിരിക്കും അവിടെ മണ്ണ് ഫോം ആകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഫോം ആകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും അടിയിൽ കിടക്കുന്ന പോർഷനെ ഓൾഡ് അലൂവി എന്ന് പറയാം. അതായത് ആദ്യമേ വന്നിട്ട് ഈ ഡെപ്പോസിറ്റ് ചെയ്തിട്ട്, അത് വർഷങ്ങളോളം ടൈം എടുക്കുമായിരിക്കും. സോ ആദ്യമേ വന്നിട്ട് ഈ പറയുന്ന ഡെപ്പോസിറ്റ് ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനെ ഓൾഡ് അലൂവിയം എന്ന് പറയാം. ഈ ഓൾഡ് അലൂവിയത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ബാങ്കർ എന്ന് പറയും. ഓൾഡ് അലൂവിയത്തിന് പറയുന്ന പേരെന്താണ്? ബാങ്കർ. ഇനി മേൽമണ്ണ് ഇതിന് മുകളിലോട്ട് വന്ന് വീഴുന്നതിനെ നമുക്ക് ന്യൂ അലൂവിയം അല്ലെങ്കിൽ കാദർ എന്ന് പറയാം. ന്യൂ അലൂവിയം അല്ലെങ്കിൽ എന്താണ്? കാദർ എന്ന് പറയാം. ഓക്കെ. ന്യൂ അലൂവിയം, ഓൾഡ് അലൂവിയം ഓർത്ത് വെച്ചേക്കണം, ഇത് ചോദിക്കാം. ഇനി ഇന്ത്യയിൽ കൃഷിക്ക് കൂടുതലായിട്ടുള്ള ഏരിയ ആണെന്ന് പറഞ്ഞു. ഈ പറയുന്ന ഫെർട്ടൈൽ ആയതുകൊണ്ട് തന്നെ കൃഷിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ. ജൂട്ടിൻ്റെ കൾട്ടിവേഷൻ, അതുപോലെ തന്നെ നമ്മുടെ റാബി, ഖാരിഫ്, ക്രോപ്സിൻ്റെ കൾട്ടിവേഷനൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിനകത്ത് പൊട്ടാഷിൻ്റെ കണ്ടന്റ്, റിച്ച് ഇൻ പൊട്ടാഷാണ്. പൊട്ടാഷിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. അതേസമയം നൈട്രജൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. നൈട്രജൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കും, റിച്ച് ഇൻ പൊട്ടാഷ് ആയിരിക്കും. അതുപോലെ തന്നെ ഫോസ്ഫറസ് പോലുള്ള ഘടകങ്ങളും ഇതിനകത്ത് എന്തായിരിക്കും? കുറവായിരിക്കും. അതാണ് അലൂവിയൽ സോയിലിൻ്റെ കേസ് എടുക്കാനുള്ളത്. അലൂവിയൽ സോയിലിൻ്റെ കേസ് നിങ്ങൾക്ക് നോക്കാനുള്ളത്. ഓക്കെ. ഓർത്ത് വെക്കണം, സത്ലജ്, ഗംഗ, ബ്രഹ്മപുത്ര ട്രിബ്യൂട്ടറീസിൻ്റെ ഡെപ്പോസിഷൻ ഫലമായിട്ടുണ്ടാകുന്നു. രാജസ്ഥാൻ ഗുജറാത്ത് കോറിഡോർ വഴി വരുന്നു. പിന്നെ ഈസ്റ്റ് കോസ്റ്റ് റീജിയൻ വരുന്നു. മഹാനദി, ഗോദാവരി, കാവേരി ഇതിൻ്റെയൊക്കെ ഏരിയയിൽ വരുന്നു. അപ്പം നിങ്ങൾക്കറിയാം ഈ മഹാനദി, കാവേരി, ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയയാണ് മഹാനദി, കാവേരി, ഗോദാവരിയുടെ ഒക്കെ ഏരിയ വരുന്നത്. ഇത് കോസ്റ്റലിലോട്ട്, അതായത് കടൽ, ബേ ഓഫ് ബംഗാളിൽ ചെന്ന് പതിക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഡെൽറ്റ ഫോം ചെയ്യുന്നുണ്ട്, അല്ലേ? ഡെൽറ്റ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡെൽറ്റ ഫോം ചെയ്യണമെങ്കിൽ തന്നെ അവിടെ മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഡെൽറ്റ ഫോം ആകുന്നത്. അപ്പോൾ ഈ ഡെൽറ്റ റീജിയനിലും എന്ത് തന്നെയാണ് കാണപ്പെടുന്നത്? അലൂവിയൽ സോയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറെ ഓർത്തിരിക്കാൻ പറ്റും. അടുത്തത് ബ്ലാക്ക് സോയിലാണ്. അടുത്തെന്താണ്? ബ്ലാക്ക് സോയിലാണ്. ബ്ലാക്ക് സോയിൽ ഇന്ത്യയിൽ ഏകദേശം 15% കാണപ്പെടുന്ന ബ്ലാക്ക് സോയിലാണ്. മെയിനായിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഡെക്കാൻ പ്ലാറ്റു റീജിയനിലാണ് നമുക്ക് ഈ പറയുന്ന ബ്ലാക്ക് സോയിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. കണ്ടല്ലോ, ഈ ഒരു റീജിയൻ എന്താന്ന് പറയാം? ഡെക്കാൻ പ്ലാറ്റു റീജിയൻ. അതായത് നമ്മുടെ മഹാരാഷ്ട്ര, സൗരാഷ്ട്ര, ദെൻ ഗോദാവരി വാലി, ഈ ഒരു ഏരിയാസിലാണ് മെയിനായിട്ട്
ഈ പറയുന്ന എന്ത് കാണാൻ പറ്റുന്ന ബ്ലാക്ക് സോയിൽ കാണാൻ പറ്റുന്ന. ബ്ലാക്ക് സോയിൽ മെയിനായിട്ട് കാണപ്പെടുന്ന ഏതാണ്? ഈ ഒരു ഏരിയ ആണ്. അതായത് മഹാരാഷ്ട്ര, സൗരാഷ്ട്ര, മാൽവ പ്ലാറ്റു റീജിയൻ, മധ്യപ്രദേശ്, പിന്നെ ഗോദാവരി കൃഷ്ണ വാലീസ്, ഇവിടെയാണ് മെയിനായിട്ട് എന്ത് കാണപ്പെടുന്നത്? ഈ പറയുന്ന ബ്ലാക്ക് സോയിൽ കാണാൻ പറ്റുന്ന. ബ്ലാക്ക് സോയിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, ബ്ലാക്ക് സോയിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റീജിയൻ പറയുമ്പോൾ തന്നെ അറിയാം ഡെക്കാൻ പ്ലാറ്റു ആണ്. ഡെക്കാൻ പ്ലാറ്റു എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തത്? വോൾക്കാനിക് ഒറിജിൻ ആണ് വരുന്നത്. ഡെക്കാൻ പ്ലാറ്റു എങ്ങനെയാണ് ഫോം ചെയ്തത്? വോൾക്കാനിക് ഒറിജിൻ ആണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ബ്ലാക്ക് സോയിലിന്റെ ഒറിജിൻ എങ്ങനെയായിരിക്കും? വോൾക്കാനിക് ഒറിജിൻ ആയിരിക്കും. വോൾക്കാനിക് ഒറിജിൻ ആയിരിക്കും അല്ലേ? വോൾക്കാനിക് ഒറിജിൻ ആയിരിക്കും. വോൾക്കാനിക് റീജിയനിലെ പ്രത്യേകത എന്താ? അവിടെ ഇഗ്നീഷ്യസ് റോക്കാണ് കാണപ്പെടുന്നത്. ഈ ഇഗ്നീഷ്യസ് റോക്കിൽ തന്നെ ബസാൾട്ട് റോക്ക് പൊടിഞ്ഞിട്ട് ആണ് ഈ പറയുന്ന എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ബ്ലാക്ക് സോയിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതിന്റെ കളർ ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് സോയിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബ്ലാക്ക് സോയിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ 15% കവർ ചെയ്യുന്നത് ബ്ലാക്ക് സോയിലാണ്. ഇത് കോട്ടന്റെ കൾട്ടിവേഷന് ഭയങ്കര സ്യൂട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് കോട്ടൺ സോയിൽ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഇത് കോട്ടന്റെ കൾട്ടിവേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ കോട്ടൺ സോയിൽ എന്നും അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന പേരിലും അറിയപ്പെടാറുള്ള ഏതാണ്? ഈ പറയുന്ന ബ്ലാക്ക് സോയിലാണ്. ഇത് കൂടാതെ ഇത് റീഗർ സോയിൽ എന്ന് പറയും അറിയപ്പെടാറുണ്ട്. റീഗർ സോയിൽ എന്നും അറിയപ്പെടാറുണ്ട്. റീഗർ സോയിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? ബ്ലാക്ക് കോട്ടൺ സോയിലാണ്. ബ്ലാക്ക് കോട്ടൺ സോയിലാണ്. ഓക്കെ, ഇത് നമ്മളെ കുറച്ചും പഠിച്ച ക്ലേ സ്ട്രക്ചറിലെ ക്ലേഡ് സ്ട്രക്ചറാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ കെമിക്കൽ കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ലൈം, ദെൻ അയൺ, മഗ്നീഷ്യം, ഇതൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. ലൈം, അയൺ, മഗ്നീഷ്യം ഇതൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. അതേസമയം ഫോസ്ഫറസ്, നൈട്രജൻ, ഓർഗാനിക് മെറ്റീരിയൽ ഇതൊക്കെ കുറവായിരിക്കും. ഫോസ്ഫറസ്, നൈട്രജൻ, ഓർഗാനിക് മെറ്റീരിയൽ ഒക്കെ എന്തായിരിക്കും? ഇതിൽ കുറവായിരിക്കും. ഓക്കെ, ഇത് വെള്ളവുമായിട്ട് കൂടിച്ചേർന്നിട്ട് സ്റ്റിക്കി ആയിട്ടുള്ള സ്ട്രക്ചർ ഫോം ആവും. ഇത് വെള്ളവുമായിട്ട് കൂടിച്ചേർന്നിട്ട് സ്റ്റിക്കി സ്ട്രക്ചർ ഫോം ആവും. അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി കാണണം, വെള്ളമായിട്ട് കൂടിച്ചേർന്നിട്ട് സ്റ്റിക്കി സ്ട്രക്ചർ ആയിട്ട് മാറുന്നത് കൊണ്ട് തന്നെ ഇതിനെ സെൽഫ് പ്ലഫിംഗ്, ഓക്കെ, സെൽഫ് പ്ലഫിംഗ് സോയിൽ എന്നും പറയാറുണ്ട്. സെൽഫ് പ്ലഫിംഗ് സോയിൽ എന്നും പറയാറുണ്ട്. സെൽഫ് പ്ലഫിംഗ് സോയിൽ എന്നും പറയാറുണ്ട്. ഓക്കെ, കോട്ടന്റെ കൾട്ടിവേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ മെയിൻ ആയിട്ടുള്ള ക്രോപ്പ് ഏതാ വരാൻ പോകുന്നത്? കോട്ടൺ വരും, കൂടാതെ വീറ്റ് വരും, ജോവർ വരും, ഷുഗർ കെയിനൊക്കെ ഇവിടെ കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഏതാണ്? സോയിലാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറയുന്നത്. ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലാക്ക് കോട്ടൺ സോയിൽ. അടുത്തതാണ് റെഡ് സോയിൽ. റെഡ് സോയിൽ റെഡ് സോയില് ഇന്ത്യയിൽ അലൂവിയൽ സോയിൽ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏകദേശം ഒരു 19% അടുപ്പിച്ചിലാണ് ഈ പറയുന്ന റെഡ് സോയിൽ കാണാൻ പറ്റുന്നത്. റെഡ് സോയിൽ കാണാൻ പറ്റുന്നത്. റെഡ് സോയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ റെഡ് സോയിൽ എന്ന് പറയുമ്പോഴത്തേക്ക്, ഓക്കെ, റെഡ് സോയിൽ ഒരു 19% നമ്മുടെ തമിഴ്നാട്, കർണാടക, ആ ഒരു റീജിയനിൽ ഇതിന് റെഡ് സോയിൽ എന്നും റെഡ് യെല്ലോ സോയിൽ എന്നും പറയാറുണ്ട്. റെഡ് സോയിൽ എന്നും റെഡ് യെല്ലോ സോയിൽ എന്നും എന്തിനു പറയാനുണ്ട്? ഈ പറയുന്ന നമ്മുടെ, ഓക്കെ, റെഡ് സോയിൽ എന്നും റെഡ് യെല്ലോ സോയിൽ എന്നും എന്തിനു പറയാറുണ്ട്? നമ്മുടെ റെഡ് സോയിലിനെ പറയാറുണ്ട്. ദാ, ഈ ഒരു റീജിയൻ. പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് റീജിയൻ, ഇവിടെയൊക്കെയാണ് എന്ത് മെയിനായിട്ട് കാണപ്പെടുന്നത്? റെഡ് സോയിൽ കാണപ്പെടുന്നത്. ഓക്കെ, റെഡ് സോയിൽ കാണപ്പെടുന്നത്. ഓക്കെ, റെഡ് സോയിൽ കാണപ്പെടുന്നത്. അപ്പം റെഡ് സോയിൽ റെഡ് സോയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് തമിഴ്നാട്, തെലുങ്കാന കാണാൻ പറ്റുന്നുണ്ടല്ലോ. തമിഴ്നാട്, തെലങ്കാന, പിന്നെ ചോട്ടാനാഗ്പൂർ, പ്ലാറ്റു, ആ ഭാഗങ്ങളിൽ, പിന്നെ
നമ്മുടെ ഒഡീഷ, ദെൻ തമിഴ്നാട്, നോർത്ത് ഈസ്റ്റ് റീജിയൻ, ഇതിലൊക്കെ മെയിനായിട്ട് കാണപ്പെടുന്ന ഏതാണ്? ഈ പറയുന്ന റെഡ് അല്ലെങ്കിൽ യെല്ലോ സോയിലാണ്. ദെൻ ഇത് ഫോം ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്ക്, ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്കിന്റെ വെതറിങ് കാരണമാണ്. ഓക്കെ, വെതറിങ് ഓഫ് ക്രിസ്റ്റലൈൻ ആൻഡ് മെറ്റാമോർഫിക് റോക്ക് കാരണമാണ് റെഡ് സോയിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഇതിൽ അയണോക്സൈഡിന്റെ കണ്ടന്റ് കാരണമാണ്, അയണോക്സൈഡിന്റെ കണ്ടന്റ് ഉള്ളത് കാരണമാണ് ഇതിന് ഈ റെഡ് കളർ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് റെഡ് സോയിൽ എന്നും പറയുന്നത്. നേരത്തെ പഠിച്ച പോലെ തന്നെ മിക്കതിലും ഫോസ്ഫറസിന്റെ കണ്ടന്റ് ഭയങ്കര കുറവായിരുന്നു. ഇതിനകത്തും ഓർഗാനിക് മെറ്റീരിയലിനെയും ഫോസ്ഫറസിന്റെ കണ്ടന്റ് കുറവായിരിക്കും. ഇതിനകത്തും ഓർഗാനിക് മെറ്റീരിയലിന്റെയും അതുപോലെ തന്നെ ഫോസ്ഫറസിന്റെയും കണ്ടന്റ് കുറവായിരിക്കും. ഓക്കെ, ദെൻ ഏരിയ പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഇതിന് ഹൈഡ്രേഷന്റെ ഫലമായിട്ട് ഇത് ചില സമയങ്ങളിൽ റെഡ് കളറിൽ നിന്ന് യെല്ലോ കളറിലോട്ട് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ റെഡ് യെല്ലോ സോയിൽ എന്നും പറയുന്നത്. ഇത് കാരണമാണ്. ഓക്കെ, ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു ചിലപ്പോൾ ചോദിക്കാം, ചോട്ടാ നാഗ്പൂർ പ്ലാറ്റുവിൽ ഏതാണ് കാണുന്നതെന്ന് ചോദിക്കാം. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു, ഒഡീഷ, ദെൻ ഛത്തീസ്ഗഡ്, തെലങ്കാന, തമിഴ്നാട്, ദെൻ കൊങ്കൺ കോസ്റ്റ്, ഈ റീജിയനിലൊക്കെ മെയിനായിട്ട് കാണപ്പെടുന്നതാണ് ഈ പറയുന്ന റെഡ് സോയിലാണ്. ദെൻ തമിഴ്നാട്ടിൽ എന്തൊക്കെ ഐറ്റമാണ് കൃഷി ചെയ്യണമെന്ന് നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക സാധനങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഗ്രൗണ്ട് നട്ട് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ കപ്പലണ്ടി കുറേ കിട്ടും, മറ്റേ തൊണ്ടോടെയുള്ള ഗ്രൗണ്ട് നട്ട്, വാഴ, ബനാന, ദെൻ ജോവർ, വീറ്റ് കുറച്ച് ഭാഗങ്ങളിൽ ആ നോർത്ത് ഇന്ത്യയിലോട്ട് ചോട്ടാ നാഗ്പൂർ റീജിയനിലൊക്കെ പോകുമ്പോൾ വീറ്റ് ഉണ്ടാവും, റൈസ് ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഈ ഒരു മണ്ണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് എന്ന് പറയുന്ന ഈ പറയുന്ന നമ്മുടെ റെഡ് സോയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഐറ്റങ്ങളാണ്. അടുത്താണ് ലാറ്ററൈറ്റ് സോയിൽ. ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, ലാറ്ററൈറ്റ് സോയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റൽ റീജിയൻ, ഈ ഒരു കോസ്റ്റൽ റീജിയനിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, ഞാൻ എല്ലാം കാണിക്കുന്നില്ല, ഈ ഒരു ഡാർക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന ഇതാണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട്. ഇതെല്ലാം ലാറ്ററൈറ്റ് സോയിലാണ്. ഞാനതങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് എടുത്ത് കാണിക്കുന്നില്ല, കാരണം അതിങ്ങനെ ചിന്തിച്ചെതിർ കിടക്കുന്ന പോലെയാണ്. എന്നാലും ഏറ്റവും കൂടുതൽ ഏരിയ കാണപ്പെടുന്ന ഈ ഒരു കോസ്റ്റൽ റീജിയനിൽ നിങ്ങൾക്ക് ഇത് മെയിനായിട്ട് കാണപ്പെടാം, അല്ലേ? മെയിനായിട്ട് കാണപ്പെടുന്നുണ്ട് ലാറ്ററൈറ്റ് സോയിൽ. അല്ലെങ്കിൽ ഈ ലാറ്ററൈറ്റ് സോയിലിനെ നമുക്ക് ലീച്ച്ഡ് സോയിൽ എന്ന് പറയാം. അതായത് ലീച്ചിങ്ങിന്റെ ഫലമായിട്ട് ലീച്ചിങ്ങിന്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന, ഇത് കൂടുതലും ഹൈ ടെമ്പറേച്ചർ, ഹൈ മോയ്സ്ചർ ഏരിയയിലാണ് ഈ പറയുന്ന സോയിൽ മെയിനായിട്ട് കാണപ്പെടുന്നത്. ഹൈ ടെമ്പറേച്ചർ, ഹൈ എന്താ പറയുന്ന ഹൈ മോയ്സ്ചർ ഏരിയയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ലീച്ചിങ്ങിന്റെ ഫലമായിട്ട് ഇതിൻ്റെ മേൽമണ്ണ് കാര്യങ്ങളൊക്കെ ഒലിച്ചു പോവുകയും ഇതിൻ്റെ ഫലമായിട്ട് ഇതിൽ ഓർഗാനിക് മെറ്റീരിയൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കുകയാണ് ചെയ്യുന്നത്. ഓർഗാനിക് മെറ്റീരിയൽ എന്താണ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇത് കവർ ചെയ്യുന്ന ഏരിയയിൽ നമ്മൾ തമിഴ്നാട്ടിൽ കുറച്ച് ഏരിയ കണ്ടു, ഒഡീഷയുടെ കുറച്ച് റീജിയനിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റുവിൻ്റെ ചെറിയൊരു ഏരിയ ഇത് കവർ ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും കോസ്റ്റ് റീജിയനിലായിരുന്നു. ഏത് കോസ്റ്റ്? ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വെസ്റ്റേൺ കോസ്റ്റൽ റീജിയനിലാണ് നമ്മളിത് മെയിനായിട്ട് കണ്ടത്. അതായത് കൊങ്കൺ കോസ്റ്റ് എന്ന് പറയും. നമ്മുടെ പ്രോപ്പറായിട്ടുള്ള കോസ്റ്റൽ റീജിയൻ്റെ ക്ലാസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ കൊങ്കൺ കോസ്റ്റ് റീജിയനിലാണ് ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ആ ഏരിയയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റൈസ് കൾട്ടിവേഷൻ കൂടുതലായിട്ട് കാണാൻ പറ്റും, മില്ലറ്റ് കാണാൻ പറ്റും, ദെൻ പൾസസ് കാണാൻ പറ്റും. ഈ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ആയിരിക്കും ഇതിനകത്ത് മെയിനായിട്ട് കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് സോയിൽ.
ഓക്കെ. ഇതിൻ്റെ എന്താ പറയുക, ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഏത് മണ്ണിനാന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഹൈ റെയിൻഫോൾ, ഹൈ ടെമ്പറേച്ചർ റീജിയനിൽ കാണപ്പെടുത്തിയ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇതിൽ ആക്ച്വലി ഇത് ലെസ് ഫെർട്ടൈലാണ്, പക്ഷേ പ്രോപ്പറായിട്ട് മാന്യൂർ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും. ഓക്കെ, പ്രോപ്പറായിട്ട് ഈ പറയുന്ന മാന്യൂർ ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും. ഓക്കെ, അടുത്താണ് ഓക്കെ അടുത്ത മൗണ്ടൻ സോയിലാണ്. മൗണ്ടൻ സോയിൽ ഇന്ത്യയിൽ മൗണ്ടൻ കാണുന്ന റീജിയൻ ആലോചിച്ചാൽ മതി. ഇന്ത്യയിൽ മൗണ്ടൻ കാണുന്ന റീജിയൻ ആലോചിച്ചാൽ മതി. ദാ, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, സിക്കിം, ഹിമാലയ ഏരിയ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഹിമാലയ ഏരിയ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, മൗണ്ടൻ സോയിൽ 1, 2, 3 അരുണാചൽ പ്രദേശിൻ്റെ കുറച്ച് ഭാഗം. അപ്പോൾ അതായത് ഇവിടെയെല്ലാം ഹിമാലയ ഉണ്ടെന്ന് ഓർത്താൽ മതി. ഹിമാലയ ഉണ്ടെന്ന് ഓർത്താൽ മതി. മൗണ്ടൻ റീജിയൻ, മൗണ്ടൻ റീജിയനിൽ കാണപ്പെടുന്ന സോയിലാണ് മൗണ്ടൻ സോയിൽ. മൗണ്ടൻ സോയിൽ. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, മൗണ്ടനിൽ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ കുറേ നാളിൽ ഇങ്ങനെ ക്ഷയിച്ചിട്ട് അതിൻ്റെയൊക്കെ ഫോസിൽ അല്ലെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ ഫോസിൽ കൂടുതൽ ഏതിൽ കാണാൻ പറ്റും? ഇതിനകത്ത് കാണാൻ പറ്റും. ഏതിൽ? ഈ പറയുന്ന നമ്മുടെ മൗണ്ടൻ സോയിലിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഇവിടെ നിന്ന് ഒഴുകി വരുന്ന കണ്ടന്റുകൾ, സെഡിമെന്റ്സ് അടിഞ്ഞിട്ടല്ലേ ഈ നോർത്തേൺ പ്ലെയിനിൽ നമ്മുടെ അലൂവിയൽ സോയിൽ കണ്ടത്, അതിനകത്തും ഈ പറയുന്ന രീതിയിൽ ഫോസിലുകൾ കാണാൻ പറ്റും. ഫോസിലുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മൗണ്ടൻ സോയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഹിമാലയൻ റീജിയൻ അത് ഓർത്താൽ മതി. അതുപോലെ തന്നെ ഫോസിലിൻ്റെ ഫോസിൽ ഇതിനകത്ത് കൂടുതൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിങ്ങനെ ഈ പറയുന്ന ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്യാതെ ഒരു ആസിഡ് ഫോം ചെയ്യും. അതിന് പറയുന്ന പേരാണ് ഹ്യൂമിക് ആസിഡ്. ഈ ഹ്യൂമിക് ആസിഡ് കാരണം ഇതിന് അസിഡിക് നേച്ചർ ആയിരിക്കും. ഈ പറയുന്ന മണ്ണിന് പൊതുവെ അസിഡിക് നേച്ചർ ആയിരിക്കും. ഓക്കെ, അസിഡിക് നേച്ചർ ആയിരിക്കും. ഇനി പൊട്ടാഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ കണ്ടന്റ് ഇതിനകത്ത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ലെസ് ഫെർട്ടൈൽ ആയിരിക്കും. കമ്പാരിറ്റീവ്ലി ലെസ് ഫെർട്ടൈൽ ആയിരിക്കും. മെയിനായിട്ടും പ്ലാന്റേഷൻ ക്രോപ്പുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ടീ, കോഫി, ദെൻ ഏലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, സ്പൈസസ്, പ്ലാന്റേഷൻ ക്രോപ്പ്, ഇതിൻ്റെ കൾട്ടിവേഷനാണ് ഈ പറയുന്ന മൗണ്ടൻ സോയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മൗണ്ടൻ ഏരിയ പോയി കഴിയുമ്പോഴത്തേക്കായിരിക്കും അവിടെ ഈ പറയുന്ന ടീയും കാപ്പിയും ഏലവും ഒക്കെ കൃഷി ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, പ്ലാന്റേഷൻ ക്രോപ്സ് മെയിനായിട്ട് കാണപ്പെടുന്ന എവിടെയായിരിക്കും? ഈ പറയുന്ന മൗണ്ടൻ സോയിലായിരിക്കും കൃഷി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സോയിൽ ഇറോഷൻ എന്ന് പറയുന്ന പ്രശ്നം വരുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഏതിനായിരിക്കും? ഈ പറയുന്ന മൗണ്ടൻ സോയിലായിരിക്കും. കാരണം ഒലിച്ചങ്ങ് പോകത്തില്ലേ, അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ മൗണ്ടൻ സോയിലിൽ ഹിമാലയൻ റീജിയൻ ഓർക്കുക. ഇന്ത്യയിൽ അസിഡിക്കാണ്, ഹ്യൂമിക് ആസിഡിൻ്റെ അൺകമ്പോസ്ഡ് ആയിട്ടുള്ള ഹ്യൂമിക് ആസിഡ് ഇങ്ങനെ കൂടിയിട്ട് ഇത് അസിഡിക് നേച്ചർ ആയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ലെയർ ആയിട്ടായിരിക്കും ഇത് പൊതുവെ കാണപ്പെടുന്നത്. പിന്നെ ഫോസ്ഫറസ് പോലുള്ള കണ്ടന്റ് കുറവായിരിക്കും. പ്ലാന്റേഷൻ ക്രോപ്സ് ആയിരിക്കും ഇതിനകത്ത് മെയിനായിട്ട് കാണപ്പെടുന്നത് എന്നൊക്കെ ഓർത്ത് വെക്കണം ഇതിന് മൗണ്ടൻ സോയിലിൻ്റെ കേസിൽ. മൗണ്ടൻ സോയിൽ. ഇനി ഡെസേർട്ട് സോയിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എവിടെയാണ് ഡെസേർട്ട് ഉള്ളതെന്ന് ആലോചിക്കുക. രാജസ്ഥാൻ റീജിയൻ അല്ലേ, മെയിനായിട്ട് രാജസ്ഥാൻ റീജിയൻ. രാജസ്ഥാൻ റീജിയൻ. അപ്പോൾ ഡെസേർട്ട് സോയിൽ ഇന്ത്യയിൽ മെയിനായിട്ട് എവിടെ കാണപ്പെടുന്നത്? രാജസ്ഥാൻ റീജിയൻ. ആ ഇതാണ് ഏകദേശം ഡെസേർട്ട് സോയിൽ. ഡെസേർട്ട് സോയിൽ. നമുക്കറിയാം, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, അതായത് സാൻഡി സ്ട്രക്ചറാണ്. നമ്മൾ ആദ്യമേ പാർട്ടിക്കിളിൻ്റെ സൈസ് എടുത്ത് പറഞ്ഞില്ലേ, അതിൽ ഏകദേശം സാൻഡി സ്ട്രക്ചറാണ് ഇത് വരുന്നത്. സാൻഡി സ്ട്രക്ചർ ആകുമ്പോൾ തന്നെ എന്തായിരിക്കും? ലെസ് ഫെർട്ടൈൽ ആയിരിക്കും അല്ലേ. ഈ പറയുന്ന കാക്ടസ് പോലുള്ള എന്താ പറയുന്ന മരങ്ങളൊക്കെ ആയിരിക്കും, ചെടികളൊക്കെ ആയിരിക്കും ഇതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നത്. അതായത് ഭയങ്കര ചൂട്, എക്സ്ട്രീം ടെമ്പറേച്ചർ ആയിരിക്കും ഇതിൻ്റെ ഇത്
അതുകൊണ്ട് തന്നെ ഇത് അരിഡ് സോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അരിഡ് സോയിൽ എന്ന് പറയും. അരിഡ് സോയിൽ എന്ന് പറയും, അല്ലേ? സാൻഡി സ്ട്രക്ചർ ആയിരിക്കും. അയണ്, ഫോസ്ഫറസ് ഇതൊക്കെ ഉണ്ടാവും. അയണ്, ഫോസ്ഫറസ് പോലുള്ള കണ്ടന്റ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാകും. പക്ഷേ വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി എന്താ, ഭയങ്കര കുറവായിരിക്കും, അല്ലേ? അതുപോലെ തന്നെ ഓർഗാനിക് മെറ്റീരിയൽ എന്തായിരിക്കും, ഇതിനകത്ത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൃഷിക്ക് കാര്യമായിട്ട് ഇത് എന്തല്ല, അനുയോജ്യമല്ല. അനുയോജ്യം അല്ല. ഓക്കെ, അടുത്തതാണ് സലൈൻ സോയിൽ. ഓക്കെ, അടുത്ത എന്താണ്? സലൈൻ സോയിൽ. നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഏഴാമത്തെയാണ് നമ്മുടെ ഇതിൽ, അല്ലെങ്കിൽ ഇതിനെ ആൽക്കലൈൻ സോയിൽ എന്ന് പറയും. ആൽക്കലൈൻ സോയിൽ. അപ്പോൾ ആൽക്കലൈൻ സോയിൽ എന്ന് പറയുമ്പോൾ എന്ത് നേച്ചർ ആയിരിക്കും? ഇത് ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും. ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും. ഓക്കെ, ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും. ഇതും ഏകദേശം ഡ്രൈ ക്ലൈമറ്റ്, ഡ്രൈ ക്ലൈമറ്റ് അതുപോലെ തന്നെ ലെസ് ഡ്രൈനേജ് ഏരിയ, അവിടെയാണ് ഈ കാണുന്ന സലൈൻ സോയിൽ കാണാൻ പറ്റുന്ന, സലൈൻ സോയിൽ കാണാൻ പറ്റുന്ന. ഓക്കെ, ഈ ഒരു സോയിലിനെ, സലൈൻ സോയിലിനെ നമ്മൾ റെഹ്, ഉസാറ്, അതുപോലെ തന്നെ കോളാറ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. റെഹ്, ഉസാറ് ഓർ കോളാറ് എന്ന പറഞ്ഞ പേരിലും അറിയപ്പെടുന്ന ഏതാണ്? സലൈൻ സോയിലാണ്. റെഹ്, ഉസാറ്, ഈ പറയുന്ന കോളാർ സോയിൽ എന്ന് അറിയപ്പെടുന്ന ഏതാണ്? സലൈൻ സോയിലാണ്. സലൈൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഉപ്പ്, ഉപ്പ്, അല്ലേ? സോഡിയം, സോഡിയം, അതുപോലെ തന്നെ കാൽസ്യം, ഇതുപോലുള്ള കാൽസ്യം, മഗ്നീഷ്യം, ഇതിൻ്റെയൊക്കെ കണ്ടന്റ് എന്തായിരിക്കും? ഇതിനകത്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെന്തെന്ന് പറയുന്നത്, ആൽക്കലൈൻ സോയിൽ എന്ന്, അല്ലെങ്കിൽ സലൈൻ സോയിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ്, അല്ലേ? അതേസമയം നൈട്രജൻ, ചെടികൾക്കൊക്കെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഒരു കണ്ടന്റാണ് നൈട്രജൻ. ഈ നൈട്രജൻ്റെ അളവ് ഇതിനകത്ത് കുറവായിരിക്കും. നൈട്രജൻ്റെ അളവ് കുറവായിരിക്കും. മെയിനായിട്ട് കോസ്റ്റൽ റീജിയനാണ് ഇത് കാണപ്പെടുന്നത്. കോസ്റ്റൽ റീജിയനിലാണ് ഇത് കാണപ്പെടുന്നത്. ഏത് സോയില്? സലൈൻ സോയിൽ. സലൈൻ സോയിൽ കോസ്റ്റൽ ഏരിയയിലായിരിക്കും ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, കോക്കനട്ട്, നിങ്ങൾ കോസ്റ്റൽ റീജിയനിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതൽ എന്താ കാണപ്പെടുന്നത്? കോക്കനട്ട് ട്രീസാണ്, തെങ്ങാണ് കാണപ്പെടുന്നത്. അപ്പോൾ കോക്കനട്ട് ട്രീസ് ഇതിൽ വളരും എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ ബീച്ചിൻ്റെയൊക്കെ സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ട് കാണപ്പെടുന്നതാണ് കോക്കനട്ട് ട്രീസും കാറ്റാടി മരങ്ങളൊക്കെ. അത് ഓർത്ത് വെച്ചാൽ മതി. ദെൻ ഈറ്റി സോയിൽ. ഈറ്റി സോയിൽ, ഈറ്റി സോയിൽ അല്ലെങ്കിൽ ഓർഗാനിക് സോയിൽ. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഓർഗാനിക് മെറ്റീരിയലിന്റെ കണ്ടന്റ് ഉള്ള ഇതിനകത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓർഗാനിക് മെറ്റീരിയൽ, ഓർഗാനിക് സോയിൽ. ഓക്കെ, ഇതും ഏകദേശം ഡാർക്ക് ഹെവി കളറായിരിക്കും. ഡാർക്ക് ഹെവി കളറായിരിക്കും ഈ പറയുന്ന സോയില്. ഓർഗാനിക് മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇതിനകത്തായിരിക്കും. അതുപോലെ തന്നെ മാർഷി റീജിയൻ കാണുമ്പോൾ തന്നെ അറിയാം, മാർഷി റീജിയൻ, അല്ലേ? മാർഷി റീജിയൻ, ഇന്ത്യയിലെ മാർഷി റീജിയൻ എവിടെയൊക്കെ ഉള്ളതെന്ന് ആലോചിച്ചാൽ മതി. കേരളത്തിലാണെങ്കിൽ ആലപ്പുഴ, ആലപ്പുഴ ജില്ലയിൽ കൂടുതലും ഈ പറയുന്ന കാണാൻ പറ്റും, അല്ലേ? കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ഈ പറയുന്ന മാഷി ഏരിയ കാണാൻ പറ്റും. അതുപോലെ തന്നെ സുന്ദർബൻ ഡെൽറ്റ, അല്ലെ? സുന്ദർബൻ ഡെൽറ്റയുടെ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന മാഷി ഏരിയ കാണാൻ പറ്റും. ഉത്തരാഖണ്ഡിൽ അൽമോറയിൽ പോയി കഴിഞ്ഞാൽ മാഷി ഏരിയ കാണാൻ പറ്റും. കേരളത്തിലെ ആലപ്പുഴയിൽ കാണാൻ പറ്റും. ഓക്കെ, ചതുപ്പ് നിലങ്ങൾ, അല്ലേ? അവിടെയാണ് ഈ പറയുന്ന മാഷി ഏരിയയിലാണ് പി ടി സോയിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മാഷി സോയിൽ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. മാർഷി സോയിൽ എന്ന പേരിലും അറിയപ്പെടുന്ന ഏതാണ്? ഈ പറയുന്ന പി ടി സോയിലാണ്. മാർഷി സോയിൽ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഏതാണ്? ഇതാണ്. അപ്പോൾ മാർഷി ഏരിയയിലാണ് കാണുന്നത്. മെയിനായിട്ട് അസിഡിക്, സോറി, ഈ പറയുന്ന എന്താ പറയുന്ന ഓർഗാനിക് മെറ്റീരിയൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ ആ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടൽക്കാടുകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണപ്പെടും. അപ്പോൾ കണ്ടൽക്കാടിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് ഈ ഒരു സോയിൽ യൂസ്ഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ പറയുന്ന സോയിലിനെ പറ്റി പഠിക്കാനുള്ളത്. സോയിലിനെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഏത് ഏരിയ എന്ന് പഠിച്ചു വെക്കണം. പിന്നെ ആ ഒരു ഓർഡർ പഠിച്ചു വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ദെൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അലൂവില എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതാ പറഞ്ഞ റെഡ് സോയിലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് സോയിലാന്ന് പറഞ്ഞു. ഏതൊക്കെ ഏരിയയിലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യുക.